ഐഷി ഘോഷിനെ വിടാതെ ദില്ലി പോലീസ്. രാത്രി ഏറെ വൈകി ഐഷി ഘോഷിനെ അന്വേഷിച്ച മഫ്തിയിൽ എത്തി ദില്ലി പോലീസ്. ഐഷി താമസം AKG ഭവനിലാണോ എന്നതടക്കം സെക്യൂരിറ്റിയോട് അന്വേഷിച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ കൂടി ചേർന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ ഐഷി ഘോഷിനെ വിടാതെ പിന്തുടരുകയാണ് ദില്ലി പോലീസ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്ന് വൈകിട്ടോട് കൂടിയായിരുന്നു ആദ്യം ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ദില്ലി പോലീസ് ഇത്തരത്തിൽ CPIM പാർട്ടി ആസ്ഥാനമായിട്ടുള്ള AKG ഭവനിലേക്ക് എത്തിയത്. അതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിരോധം AKG ഭവനിൽ CPIM നേതാക്കൾ തീർത്തിരുന്നു. ആ സമയത്ത് തന്നെ അവിടെ എത്തിയ CPIM രാജ്യസഭാ അംഗമായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് MP ഈ പോലീസുകാരോട് കൃത്യമായി തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പ്രത്യേകിച്ച് യൂണിഫോം ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥയാണ് ഇത്തരത്തിൽ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ സ്വകാര്യ വാഹനത്തിൽ വന്നത്. അപ്പോൾ ഇതടക്കം ജോൺ ബ്രിട്ടാസ് MP ചോദ്യം ചോദിച്ചതിന്റെ തൊട്ടു പിന്നാലെ അവിടെ നിന്ന് ദില്ലി പോലീസ് പിൻവാങ്ങിയിരുന്നു. പക്ഷേ അതിനുശേഷം CPI ജനറൽ സെക്രട്ടറി D രാജ ഉൾപ്പെടെ നിരവധി നേതാക്കൾ AKG ഭവനിലേക്ക് എത്തി ഐഷി ഘോഷിന് വലിയൊരു പിന്തുണ നൽകുകയും അതോടൊപ്പം തന്നെ ഈ CJP പാർട്ടിയും CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയും ഐഷി ഘോഷിനെ വേട്ടയാടാനുള്ള മോദി സർക്കാരിന്റെ അതോടൊപ്പം തന്നെ ദില്ലി പോലീസിന്റെ നടപടിയെ അതിരൂക്ഷമായി വിമർശിച്ച് ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ശക്തമായിട്ടുള്ള സമരം തുടങ്ങുമെന്ന അടക്കമുള്ള മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ദില്ലി പോലീസ് ഐഷി ഘോഷിനെ വിടാൻ തയ്യാറല്ല എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രാത്രി ഏറെ വൈകിയും CPIM പാർട്ടി ആസ്ഥാനമായിട്ടുള്ള AKG ഭവന് മുന്നിൽ മഫ്തിയിൽ പോലീസുകാർ അവിടെ റോന്ത് ചുറ്റുന്നുണ്ട്. അവിടെ മഫ്തിയിൽ പോലീസുകാർ ഇപ്പോഴും എത്തുന്നുണ്ട്. CPIM പാർട്ടി ഓഫീസ് ഇതല്ലേ, ഇവിടെയാണോ ഐഷി ഘോഷ് താമസിക്കുന്നത് എന്നടക്കം അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡിനോട് നിരവധി ചോദ്യങ്ങൾ ഇത്തരത്തിൽ മഫ്തിയിൽ വരുന്ന പോലീസുകാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഐഷി ഘോഷിനെ നിരീക്ഷിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യുമെന്നതടക്കമുള്ള ഒരു ഭീഷണി ഇപ്പോഴും ദില്ലി പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും 2021 ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ദില്ലി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം CJP പ്രതിഷേധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖം ഐഷി ഘോഷ് തന്നെയായിരുന്നു. അതിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ ഐഷി ഘോഷിനെ ഇത്തരത്തിൽ വേട്ടയാടുന്ന ഒരു രാഷ്ട്രീയ നീക്കം മോദി സർക്കാരും ദില്ലി പോലീസും സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ രാത്രി ഏറെ വൈകിയും ഐഷി ഘോഷിനെ ഇത്തരത്തിൽ വിടാതെ പിന്തുടരാനുള്ള ഒരു നീക്കം ദില്ലി പോലീസ് സ്വീകരിക്കുന്നത്. ശരി, വിഷ്ണു തലവൂറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.